ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. നല്ല മണത്തോടും നല്ല ടേസ്റ്റും ഗുണവും ഒക്കെയുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി. അതായത് പണ്ട് കാലത്ത് എങ്ങനെയാണോ മാമ്പഴ പുളിശ്ശേരി വെച്ചിരുന്നത് അതേ ടേസ്റ്റിലാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഇത് പല സ്ഥലത്തേക്കും പല രീതിയിലും മാമ്പഴ പുളിശ്ശേരി വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് അതിപുരാതനമായിട്ട് എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചിലർ രണ്ട് ടൈപ്പിൽ ഇത് നമുക്ക് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം. ഒന്ന് ചാറ് കുറുകിയിട്ട് നമുക്ക് വയ്ക്കാം, പിന്നെ നമുക്ക് ഒഴിച്ച് കഴിക്കുന്ന വിധത്തിലും മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം. അപ്പോൾ അതിന് നമുക്ക് നല്ല പഴുത്ത മാങ്ങ, അതായത് പുളിശ്ശേരിക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു മാങ്ങകളുണ്ട്, നാട്ടുമാങ്ങകൾ. അപ്പോൾ അതാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ഇതേ കാണിക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെയുള്ള മാമ്പഴങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ തോല് നന്നായിട്ട് നമ്മൾ എടുക്കണം. ഇതേപോലെ നമ്മൾ തോല് ചീന്തി എടുക്കണം. കത്തിയും കൊണ്ട് ചെത്തിയിട്ടൊന്നും എടുക്കരുത്, ഇതുപോലെ തന്നെ നമുക്ക് എടുക്കണം. അതിൻ്റെ തോലും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ആ തോലിനകത്തൊക്കെ നിറയെ അതിൻ്റെ ഫ്ലഷ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് ആ തോലിനകത്താണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കണ്ടോ, ഈ തോലിനകത്ത് നിറയെ ഫ്ലഷ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തോലും കൂടെ ആവശ്യമാണ്. കുറച്ച് എണ്ണത്തിൻ്റെ തോലെടുത്താൽ മതി. ഞാനൊരു 10 മാമ്പഴമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു നാട്ടുമാമ്പഴം കണ്ടോ. ഇതിന് നല്ല മണമുള്ള മാമ്പഴം ആണ് കേട്ടോ, നമ്മുടെ പറമ്പിലുള്ളതാണ്. നല്ല ടേസ്റ്റും, കഴിക്കാൻ തന്നെ നമുക്ക് സ്ക്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ നല്ല മധുരമുള്ള മാങ്ങയാണിത്. പക്ഷേ പച്ചയ്ക്ക് നല്ല പുളിപ്പായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരച്ച് ശർക്കര. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ശർക്കര എടുത്തോളൂ. പിന്നെ കുറച്ച് ജീരകം, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഞാൻ വളരെ കുഞ്ഞ് ഒരു വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയാണ്, അത് തുരുവിയ തേങ്ങ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ശർക്കര ഞാൻ ഇത്രയും വലിയൊരു ശർക്കര എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് മധുരം വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ. അരപ്പിലേക്ക് വേണ്ടത് ഞാൻ അരമുറി തേങ്ങ എടുത്തു. അതിൽ കുഞ്ഞൊരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഏകദേശം ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മഷി പോലെ അരച്ചിട്ട് എടുക്കണം. നമുക്ക് നന്നായി തന്നെ അരച്ചോളൂ കേട്ടോ. ഇനിയാണ് ഞാൻ ഇതിൻ്റെ സീക്രട്ട് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ മാമ്പഴത്തിൻ്റെ തോല് മാറ്റി വെച്ചല്ലോ, ആ തോല് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് വേവിച്ചു. അപ്പോൾ അതിൻ്റെ സത്ത്, അതിനകത്തുള്ള ആ ഫ്ലഷൊക്കെ, അതിൻ്റെ മണവും, തോലിനകത്താണ് മാമ്പഴത്തിൻ്റെ മണം ഇരിക്കുന്നത്, അതെല്ലാം ഇതിലേക്ക് വന്നു. ഇനി അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതാ ഈ ഒരു കപ്പിന് ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ശേഷം 1 സ്പൂണോ 1.5 സ്പൂണ് മുളക് പൊടി ഇട്ടു. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടുള്ളൂ. എരിവും മധുരവും എല്ലാ നവരസങ്ങളും ചേർന്നതാണല്ലോ മാമ്പഴ പുളിശ്ശേരി. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പോൾ വേറൊന്നും ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാനതൊന്ന് അടച്ചു വയ്ക്കുകയാണ്, ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചു. നന്നായിട്ട് തിള വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തിള വന്നു നന്നായിട്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം. മാമ്പഴം ഇടുന്നതിൻ്റെ കൂട്ടത്തിലും കൂടെ ഞാനൊരു 2 തോല് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് മാങ്ങയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തോളൂ. മാങ്ങ മുഴുവൻ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട്, ഇപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് പകുതി വേവായിട്ട് ഇട്ടാൽ മതി. നന്നായിട്ട് അടച്ചു കൊടുത്തു. ഇനി അടച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം. തുറന്നു. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കരുത്. ഈ മാങ്ങയിൽ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഒരു വിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര നിങ്ങൾക്ക് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഉടച്ചിട്ട് ചീവിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിലുള്ള ശർക്കര പെട്ടെന്ന് അലിയുന്നൊരു ശർക്കരയാണ്, അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അത് മാങ്ങ വേവുമ്പോഴത്തേക്ക് അത് കൂടെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ അതിലേക്ക് 1 സ്പൂണ് 2 സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 സ്പൂണ് തികച്ചെടുത്തോളൂ കേട്ടോ. കൂടുതലാവണ്ട, കൂടുതലായ നെയ്യിൻ്റെ മണം മുന്നിട്ട് നിൽക്കും. അപ്പോൾ ചെറിയ ഒരു സ്പൂണിനാണെങ്കിൽ 2 സ്പൂൺ എടുത്തോളൂ. വലിയ ടീസ്പൂണാണെന്നുണ്ടെങ്കിൽ 1 മതി. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഞാൻ അടച്ചു കൊടുത്തു. അത് നന്നായി തിളച്ചതിൻ്റെ ശേഷം നോക്കൂ, വെള്ളമൊക്കെ അതിൽ വറ്റി തുടങ്ങി. മാങ്ങയിൽ ഇതൊക്കെ പിടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം അവിടെ ഒന്ന് ആവുന്ന തരത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം.
നന്നായിട്ട് ഒന്ന് തിള വരട്ടെ. തിള വരുന്ന വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം തന്നെ ഏകദേശം വേവായിട്ടുണ്ട്. ഇതാ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ, ഇങ്ങനെ കുമിളകളായി തുടങ്ങി, വെള്ളമെല്ലാം വറ്റി. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു, അതെല്ലാം കൂടി ചേർത്ത് അരച്ചതാണ് ഇത്. അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി അരപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ലൂസിലുള്ള കറിയാണ് വേണ്ടിച്ച് ഒരു അര കപ്പും കൂടെ വെള്ളം എടുത്ത് ഒഴിച്ച് നമുക്കത് ശരിക്ക് ആവശ്യത്തിനനുസരിച്ച് ചാറോട് കൂടെ കുറുകിയിട്ടോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാം. ഇനിയാണ് ഇത് മാമ്പഴത്തിൻ്റെ തോല് നമ്മൾ വേവിച്ചെടുത്തതുണ്ടല്ലോ, അത് ഞാൻ സ്ക്യൂസ് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുത്തിട്ടുള്ളതാണ്. തോല് ഞെരടരുത്, അത് എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള സത്താണത്. ഇതാണ് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് യഥാർത്ഥ മണം കൊടുക്കുന്നത്. ഇത് ഇടാത്ത ഒരു മാമ്പഴ പുളിശ്ശേരി ആവില്ല. കാരണം മാമ്പഴത്തിൻ്റെ ആ ഒരു മണം ഈ തോലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ തോല് കളയാതെ നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടെ നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ചിട്ട് ഒന്നും കൂടെ തിളയ്ക്കണം. ഇതാ നോക്കൂ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് ചാറോട് കൂടെ, കുറുകിയ ചാറല്ല, കുറച്ച് ചാറോട് കൂടെയുള്ള പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് അര കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അര കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. ഇന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് തിളപ്പിക്കാൻ പാടില്ല. ഒരു ചെറിയ കുമള വരുന്ന സമയത്ത് നമ്മൾ വാങ്ങി വെക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആ കുമള വരുമ്പോൾ വാങ്ങി വയ്ക്കുക. ഇനി നമുക്ക് താളിക്കുന്നതും നമ്മൾ നെയ്യിൽ തന്നെ ആയിരിക്കണം താളിക്കുന്നത്. താളിക്കാൻ കൂടുതലൊന്നും ആവശ്യമില്ല. നമുക്കൊരു സാധനങ്ങളും ഉലുവ ഒരു സ്പൂൺ ഇടുക. അതിൽ ഉലുവ നല്ല മൂത്ത് വരുമ്പോൾ കടുക് ഇടുക, വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇടുക. ഞാൻ ആദ്യം കൂട്ടി കറിവേപ്പില ഇട്ടതുകൊണ്ട് ഇപ്പോൾ കറിവേപ്പില ഇട്ടിട്ടില്ല. ഇനി താളിച്ച് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള രീതിയിലുള്ള മാമ്പഴ പുളിശ്ശേരി. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതിൻ്റെ അപാര ടേസ്റ്റാണ്. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കൊതിയാവും, നാവിൽ വെള്ളം ഊറുന്ന ഒരു മണമാണ് ഇതിൻ്റെ മാമ്പഴ പുളിശ്ശേരിയുടെ. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തന്നല്ലോ, ഇതിൻ്റെ തോലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.